പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. വാഗർത്താവിവ സംപൃക്തൗ വാഗർത്തപ്രതിപത്തയേ ജഗദപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭക്തജനങ്ങളെ, നമ്മൾ ഓരോരുത്തരും ശാന്തിക്കും സമാധാനത്തിനും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ലോകപദാർത്ഥങ്ങളുടെ ലാഭം കൊണ്ടോ അനുഭവം കൊണ്ടോ ശാശ്വതമായിട്ടുള്ള ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ദുഃഖം വർദ്ധിക്കുകയും ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ ശാശ്വതമായിട്ടുള്ള സുഖവും സമാധാനവും ശാന്തിയും കൈവരിക്കാൻ സാധിക്കുക? സ്ഥിരമായിട്ടുള്ള ഈശ്വരവിശ്വാസം കൊണ്ടും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ വർധനവ് കൊണ്ടും മാത്രമേ അത് സുസാധ്യമാകൂ. അതിനുള്ള മാർഗങ്ങളാണ് ഭാഗവതം നമുക്ക് ഉപദേശിച്ചു തരുന്നത്. ഭാഗവതത്തിൻ്റെ കർത്താവായിട്ടുള്ള വേദവ്യാസ മഹർഷിക്ക് പോലും താൻ ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ള തോന്നല്, കൃതാർത്ഥത, ആത്മസംതൃപ്തി കൈവരിക്കാൻ സാധിച്ചത് എങ്ങനെയാണ്? ഈ ഭാഗവത രചനയ്ക്ക് ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗവത രചനയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ഭാഗവതത്തിൻ്റെ വ്യാഖ്യാതാവായിട്ടുള്ള ശ്രീധരസ്വാമികൾ ശ്രീധരീയത്തിൽ പറയുന്നുണ്ട്. അഥ നാനാശാസ്ത്രപ്രബന്ധൈഃ ചിത്തപ്രസക്തിം അലപമാനഃ തത്ര തത്ര അപരിതുഷ്യന് ശ്രീ നാരദോപദേശതഃ ശ്രീമദ്ഭാഗവതം നാമശാസ്ത്രം പ്രാരിപ്സഹോ തത്ര ഭവാൻ വേദവ്യാസഃ ഇത്യാദികളായിട്ടുള്ള വചനങ്ങളെ കൊണ്ടാണ് ഭാഗവത രചനയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയണത്. വേദങ്ങൾ പകുത്തു, പുരാണങ്ങൾ എഴുതി, ബ്രഹ്മസൂത്രങ്ങൾ എഴുതി, മഹാഭാരതമാകുന്ന ഇതിഹാസ ഗ്രന്ഥം എഴുതി, ഇതൊന്നും എഴുതിയിട്ടും സംതൃപ്തി കൈവരാതെ ഇരിക്കുമ്പോഴാണ് നാരദ മഹർഷി വന്ന് പറയണത്, അങ്ങേനി ഭഗവാനെക്കുറിച്ച് മാത്രമുള്ള ഒരു കൃതി എഴുതൂ, അങ്ങേക്ക് സമാധാനം കിട്ടുമെന്ന്. അങ്ങനെ ഭാഗവതം എഴുതുന്നു. ആ ഋഷിക്ക് സമാധാനവും കൈവരിക്കാൻ സാധിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള അപാര മഹിമാവിശേഷത്തോടു കൂടിയിട്ടുള്ള ആ ശ്രീമദ് ഭാഗവതമാണ് ഇപ്പം നമ്മളിവിടെ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സനാതനധർമ്മം, ഭക്ഷ്യേ ധർമാൻ സനാതനാൻ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ സനാതനധർമ്മം പ്രചരിക്കുന്നതും നിലനിൽക്കുന്നതും ഒക്കെ എങ്ങനെയാണ്? ഇതേപോലെയുള്ള സത്രങ്ങളിൽ കൂടെയും യജ്ഞങ്ങളിൽ കൂടെയുമൊക്കെയാണ്. അപ്പോൾ ഇതിലൊക്കെ പങ്കെടുക്കേണ്ടതും ഇതിനൊക്കെ പ്രോത്സാഹിക്കേണ്ടതും ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പം അങ്ങനെ ആ സനാതനധർമ്മത്തെ ഇവിടെ നിലനിർത്താൻ ശ്രമിക്കുന്ന ഭാഗവത സത്രസമിതിയൊക്കെ വളരെയധികം അഭിനന്ദനത്തെ അർഹിക്കുന്നു. അത് പ്രത്യേകം എടുത്തു പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കിവിടെ ശ്രീമദ് ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിലെ മഹാബലി ചരിതവും വാമനദേവൻ്റെ അവതാരവുമാണ് അനുസ്മരിക്കാനുള്ളത്. ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം മുതൽ ദ്വാദശ സ്കന്ധം വരെയുള്ള ഭാഗങ്ങളിലെ 10 വിഷയങ്ങളാണ് പറയുന്നത് എന്ന് ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമോദയ മന്വന്തര ഈശാനുകഥ നിരോധോ മുക്തിരാശ്രയ. സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതി മന്വന്തരം ഈശാനുകഥ നിരോധം മുക്തി ആശ്രയം
ഇങ്ങനെ 10 വിഷയങ്ങളാണ് ഭാഗവതത്തിൽ പറയുന്നത്. അതിൽ മന്വന്തര കഥനമാണ് 8ാമത്തെ സ്കന്ധത്തിലെ പ്രതിപാദ്യ വിഷയം. എന്താണ് ഈ മന്വന്തരം അല്ലെങ്കിൽ മനു എന്നൊക്കെ വെച്ചാൽ എന്താണ്? എപ്രകാരമാണോ രാജ്യത്തിൻ്റെ അധികാരിയെ രാജാവ് എന്ന് പറയുന്നത്, അതേപോലെ കാലത്തിൻ്റെ അധിപതികളെയാണ് മനു എന്ന് പറയുന്നത്. ഒരു മനുവിൻ്റെ ഭരണകാലം 71 ചതുർയുഗങ്ങളാണ്. 14 മനുക്കളുടെ ഭരണകാലമാണ് ഒരു കൽപ്പം. വർത്തമാനകാലത്തിലുള്ള 14 മനുക്കളുടെ ചരിത്രത്തിൻ്റെ സാമാന്യ സ്വരൂപമാണ് ശ്രീശുഖബ്രഹ്മർഷി ഭാഗവതത്തിലെ 8ാമത്തെ സ്കന്ധത്തിൽ പരീക്ഷത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. സ്വയംഭൂ മനുവാണ് ആദ്യത്തെ മനു. ഓരോ മന്വന്തരത്തിലും മനുവിൻ്റെ പുത്രന്മാരെ, ദേവന്മാരെ, ഇന്ദ്രൻ, സപ്തർഷികള്, ഭഗവാന്റെ അവതാരം, ഇതൊക്കെ മാറി മാറിക്കൊണ്ടിരിക്കും. ഗജേന്ദ്രമോക്ഷം, പാലാഴി മദനം, വാമനാവതാരം, മത്സ്യാവതാരം മുതലായിട്ടുള്ള 4 പ്രധാനപ്പെട്ട കഥകളിൽ കൂടെയാണ് ഇവിടെ തത്വോത്ബോധനത്തെ സാധിപ്പിക്കുന്നത്. അതായത് 4ാമത്തെ മന്വന്തരത്തിലാണ്, മനുവിൻ്റെ ഭരണകാലത്താണ് ഗജേന്ദ്രമോക്ഷം, ഇപ്പോൾ നമ്മളിതിനു മുമ്പ് കേട്ട ഗജേന്ദ്രമോക്ഷം ഉണ്ടായിട്ടുള്ളത്. 6ാമത്തെ മന്വന്തരത്തിലാണ് പാലാഴി മദനവും അതേപോലെ കൂർമാവതാരവും ഉണ്ടായിട്ടുള്ളത്. 7ാമത്തെ മന്വന്തരത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ആ വാമനാവതാരം ഉണ്ടാകുന്നത്. ഇതൊക്കെ തന്നെ തത്വോത്ബോധകങ്ങളാണ്. വേദോപനിഷത്തുക്കളുടെ കഥാസ്വരൂപേണയുള്ള ആവിഷ്കരണമാണ് പുരാണേതിഹാസങ്ങൾ. വേദത്തിലും ഉപനിഷത്തിലും മറ്റ് ശാസ്ത്രങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണ ആളുകൾക്ക് മനസ്സിലായി എന്ന് വരില്ല. യഥാ വേദാർത്ഥം ജ്ഞാതും മാനവാഹ അശക്താഹ അഭവൻ തഥാ തദർത്ഥജ്ഞാനം ലളിതം കർത്തും വ്യാസഃ പുരാണാനി നിർമ്മമേ. വേദത്തിലും ഉപനിഷത്തിലുമുള്ള കാര്യങ്ങളെ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് വ്യാസൻ, വാൽമീകി മുതലായിട്ടുള്ള നമ്മുടെ ഋഷീശ്വരന്മാരെ അവയെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമാക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ പുരാണങ്ങൾക്കും ഇതിഹാസങ്ങൾക്കും വളരെയധികം സ്ഥാനമുണ്ട്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഉറവിടം വേദോപനിഷത്തുക്കളാണെങ്കിലും അത് പ്രചരിക്കുന്നതും നിലനിൽക്കുന്നതും ഒക്കെ എങ്ങനെയാണ്? പുരാണേതിഹാസങ്ങളിൽ കൂടെയാണ്. മഹാദേവൻ തന്നെ പാർവതീദേവിയോട് ഒരിക്കൽ പറയുന്നുണ്ട്, വേദാർത്ഥാദധികം മന്യേ പുരാണാർത്ഥം വരാനനെ. അല്ലയോ ദേവി പാർവതി, വേദത്തിൻ്റെ അർത്ഥത്തെക്കാളും വലുതായിട്ടുള്ളതാണ് പുരാണത്തിൻ്റെ അർത്ഥം. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുഖബ്രഹ്മയേൽ. വേദവ്യാസ മഹർഷി തന്നെ ഭാഗവതത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്, ഇതിഹാസങ്ങളിൽ കൂടെയും പുരാണങ്ങളിൽ കൂടെയുമാണ് വേദാർത്ഥം പ്രകാശിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഭാഗവത പുരാണത്തിലെ അഷ്ടമസ്കന്ധത്തിലെ ആ വാമനാവതാര ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിച്ചു നോക്കാം. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭഗവാൻ തന്നെയാണ് അനേകം രൂപങ്ങളെ ധരിച്ച് ഈ ലോകയാത്രയെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. സർഗം പ്രദേശരൂപേണ ദസ്മിംഹന്യൽ സ്വരാട് വപൂ. ഭഗവാൻ മരീചിയാദി പ്രജാതി രൂപത്തിൽ ഈ ലോകത്തിൽ പ്രജകളെ വർദ്ധിപ്പിക്കുന്നു. ഭരണാധികാരികളുടെ സ്വരൂപത്തിൽ കള്ളന്മാരെയും അധർമ്മകളെയും ഇല്ലാതാക്കുന്നു. കാലസ്വരൂപത്തിൽ എല്ലാവരെയും അവസാനം സംഹരിക്കുന്നതും ഈ ഭഗവാനാണ്. ഭിന്ന ഗുണങ്ങളെ അംഗീകരിക്കുന്ന ഭഗവാൻ സൃഷ്ടിയാദികളായിട്ടുള്ള കർമ്മങ്ങളെയൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കണം. സ്തൂയമാനോ ജനൈരേബീമായ നാമരൂപയാ വിമോഹിതാത്മഭിർ നാനാ ദർശനൈർനജ ദൃശ്യതേ. അപ്പം നാമസ്വരൂപേണയുള്ള
ആ ഭഗവാൻ തൻ്റെ മായയാൽ ഈ ലോകത്തെ മോഹിപ്പിക്കുകയാണ്. വിഷ്ണോർ മായാഭഗവതീയയാ സമ്മോഹിതം ജഗത്ത്. നമുക്ക് ഞാനെന്ന തോന്നല്, എൻ്റേതെന്ന തോന്നല്, കാമക്രോധങ്ങള്, ലോഭമോഹങ്ങള്, അഹന്ത മമതകള്, ഇതൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഭഗവാന്റെ മായ വന്ന് നമ്മളെ മോഹിപ്പിച്ചതിൻ്റെ കാരണമാണ്. അപ്പോൾ ആ മായാബാധതയിൽ നിന്നൊക്കെ രക്ഷ നേടാൻ എന്താണ് വേണ്ടത്? ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ കീർത്തിക്കുക. ഇതേപോലെയുള്ള യജ്ഞശാലകളിലും ഒക്കെ വന്നിരുന്ന് ആ സജ്ജനങ്ങളുടെ മുഖത്ത് നിന്ന് ഭഗവത് മാഹാത്മ്യങ്ങൾ ശ്രമിക്കുക. ഇതുകൊണ്ടൊക്കെ നമുക്ക് മായാബന്ധത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. ഇവിടെ ഓരോരുത്തരും ഓരോ ദർശനങ്ങളെ ആസ്പദമാക്കി ഭഗവാന്റെ മഹിമയെ അങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രഹ്ലാദൻ പറയുന്നുണ്ടല്ലോ പ്രഹ്ലാദ സ്തുതിയിലെ ബ്രഹ്മാദയ സുരഗണാമുനയോ വിസിദ്ധ സത്വൈകദാനമതയോ വജസാം പ്രവാഹൈ. ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരും ശ്രീനാരദാദികളായിട്ടുള്ള മഹർഷിമാരും സനകാദികളായിട്ടുള്ള സിദ്ധന്മാരുമൊക്കെ ഭഗവാന്റെ മഹിമയാണ് സദാസമയവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടത് പൂർണ്ണമായിട്ടുണ്ടോ? അത് പൂർണ്ണമായിട്ടില്ല. അവർ പറയുന്നതിലുമൊക്കെ എത്രയോ മേലെയാണ്. അവരന്നു കണ്ടതിനെ പറയുന്നു എന്ന് മാത്രമേയുള്ളൂ. അതാണ് പരമഭാഗവതോത്തമനായ തുഞ്ചത്തെഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞത്. ചന്വത്വമാർന്നു കനൽ പോലെ മിന്നുന്ന നിൻമഹിമയാർക്കും തിരിക്കരുതു, അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ, എന്നത്ര തോന്നി ഹരിനാരായണായ നമഃ. ആ ചാരം കൊണ്ടു മൂടിയ തീക്കട്ട പോലെ ഈ ലോകത്ത് പ്രകാശിക്കുന്ന ഈശ്വര മഹിമയെ ആർക്കും തന്നെ പറയാൻ സാധിക്കുകയില്ല. ഉപനിഷത്ത് ശ്രുതി പറയുന്നു, യഥോ വാചാ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. മനസ്സുകൊണ്ട് ചിന്തിക്കാനോ വാക്കുകൊണ്ട് പറയാനോ പറ്റാത്ത അത്രയും വിദൂരത്തിലാണ് ആ ഭഗവാന്റെ മഹിമകൾ. അപ്പോൾ ഋഷിമുനിമാരൊക്കെ അതാത് കാലത്ത് അവർക്ക് വെളിപ്പെട്ട അവയെ ഇങ്ങനെ വാഴ്ത്തി പുകഴ്ത്തുന്നു എന്നേ ഉള്ളൂ എന്നൊക്കെ ആ മഹാബലി ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ വാമനാവതാരത്തിൻ്റെ ആമുഖമായിട്ട് പറഞ്ഞതിന് ശേഷം ഇനി ആ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. 8-ാമത്തെ സ്കന്ധത്തിലെ 15 മുതൽ 23 കൂടിയിട്ടുള്ള 9 അധ്യായങ്ങളിലായിട്ടാണ് ഇവിടെ വാമനാവതാര കഥ ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ വിസ്തരിച്ച് പറയാൻ നമുക്ക് സമയം ലഭിച്ചോന്ന് വരില്ല. ഒരു വിഷയം വളരെ വിസ്തരിച്ച് പറയുക എന്നുള്ളതല്ല വിഷമം. സാരാംശം വിട്ടുപോകാതെ അതിൻ്റെ രത്നച്ചുരുക്കം പറയുക എന്നതാണ് ഏറ്റവും ശ്രമമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും ആ മഹാബലി വാമന അവതാര ചരിത്രത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം നമുക്കിവിടെ അനുസ്മരിക്കാം. ഇപ്പോൾ പാലാഴി മദന കഥയെ കേട്ടിട്ടുള്ള ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്ത് മഹാരാജാവ് ശ്രീശുഖനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ബലേ പദത്രയം ഭൂമേ കസ്മാധര്യയാജത. അതായത് ഈശ്വരനായിട്ടുള്ള ഹരി, അതായത് നാരായണൻ, പിശുക്കനായിട്ടുള്ള ഒരു ദരിദ്രനെപ്പോലെ മഹാബലിയോട് 3 അടി യാചിക്കാൻ എന്താണ് കാരണം? കാര്യം സാധിച്ചിട്ടും മഹാബലിയെ ഭഗവാൻ ബന്ധിച്ചതെന്തിനാണ്? സ്വയം പരിപൂർണനായിട്ടുള്ള ഭഗവാൻ യാചിച്ചതും നിരപരാധിയായിട്ടുള്ള മഹാബലിയെ ബന്ധിച്ചതും തമ്മിൽ തീരെ പൊരുത്തപ്പെടുന്നില്ല. എന്താണ് ഇതിൻ്റെ താല്പര്യം? എന്താണ് ഈ പറഞ്ഞ കഥകളുടെയൊക്കെ രഹസ്യം? ഇതൊന്ന് പറഞ്ഞു തരണമേ എന്ന് പരീക്ഷത്ത് ശ്രീശുഖനോട് അപേക്ഷിക്കുകയാണ്. അപ്പോഴാണ് ശ്രീശുഖൻ പറയുന്നത്, പാലാഴി മദനാനന്തരം ഉണ്ടായ ദേവാസുര യുദ്ധത്തിലെ അംഗഭംഗം വരാതെ മരിച്ചിട്ടുള്ള എല്ലാ അസുരന്മാരെയും അസുരന്മാരുടെ ആചാര്യനായിട്ടുള്ള പുരോഹിതനായിട്ടുള്ള ശുക്രമഹർഷി മൃതസഞ്ജീവിനി വിദ്യ കൊണ്ട് ജീവിപ്പിക്കുകയാണ്. മഹാദേവൻ്റെ അപാരമായിട്ടുള്ള അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് ഈ ശുക്രാചാര്യന് മൃതസഞ്ജീവിനി വിദ്യ പ്രാപ്തമായിട്ടുള്ളത്.
മരിച്ചവരെ ജീവിപ്പിക്കാനുള്ളതാണ് ആ വിദ്യ. അപ്പോൾ എല്ലാവരെയും ശുക്രാചാര്യൻ ജീവിപ്പിച്ചു. മഹാബലിയെ പിന്നീട് എന്ത് ചെയ്യുന്നു? അസുര രാജാവായി അഭിഷേകം ചെയ്യിപ്പിക്കുന്നു. വിശ്വജിത്ത് എന്ന ഒരു യാഗം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ആ യാഗഅഗ്നിയിൽ നിന്ന് അതിമനോഹരമായിട്ടുള്ള ഒരു തേര് പൊന്തി വന്നു. 4 കുതിരകൾ, വളരെ ദിവ്യമായിട്ടുള്ള ഒരു കൊടിമരം, വില്ലും അമ്പും ഒടുങ്ങാത്ത ഒരു ആവനാഴി, അതേപോലെ തന്നെ ദിവ്യമായിട്ടുള്ള ഒരു കവചം ഒക്കെ അങ്ങോട്ട് ഉയർന്നു വന്നു. മഹാബലിയുടെ മുത്തശ്ശനായിട്ടുള്ള പ്രഹ്ലാദൻ മഹാബലിക്ക് വാടാത്ത ഒരു പൂമാല ഉപഹാരമായി സമർപ്പിച്ചു. ശുക്രാചാര്യൻ ഒരു ശംഖാണ് മഹാബലിക്ക് സമർപ്പിച്ചത്. അസുരന്മാർ ആ ശംഖ് വിളിച്ചുകൊണ്ട് അസുരന്മാരോടുകൂടി മഹാബലി അങ്ങോട്ട് തൻ്റെ ജയത്രയാത്ര ആരംഭിക്കുന്നു. സ്വർഗത്തിലേക്കാണ് പുറപ്പെടുന്നത്. ഈ സന്ദർഭത്തിൽ ദേവേന്ദ്രൻ ഈ ശംഖുവിളിയും അസുരന്മാരുടെ യുദ്ധകോലാഹലവും മഹാബലിയുടെ വരവും കണ്ട് ഭയപ്പെടുന്നു. ഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതിയോട് പറയുന്നു, എങ്ങനെയാണ് നമുക്ക് ഇവരെ ജയിക്കാൻ സാധിക്കുക? അപ്പോൾ ബൃഹസ്പതി പറഞ്ഞു, ഇപ്പോൾ അസുരന്മാർക്ക് മഹാബലിക്ക് പ്രത്യേകിച്ച് ദൈവം കാലം അനുകൂലമാണ്. ആർക്കും മഹാബലിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം യുദ്ധത്തിന് നിന്നാൽ പരാജയമാണ് ഉണ്ടാകുക. ശുക്രാചാര്യൻ്റെ അനുഗ്രഹത്താലാണ് മഹാബലി ഇത്രയും വീര്യവത്നായിട്ടുള്ളത്. ഇനി എന്ന് ശുക്രൻ്റെ അഭിപ്രായത്തെ മാനിക്കുന്നില്ലയോ അന്നാണ് അദ്ദേഹത്തിന് വിഷമം വരിക. അപ്പം നിങ്ങൾ സ്വർഗം ഉപേക്ഷിച്ച് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അസുരന്മാർ ഈ ഭയന്നുകൊണ്ട്, മഹാബലിയെ ഭയന്നുകൊണ്ട് ദേവന്മാരും ദേവേന്ദ്രൻ, ദേവരാജൻ, ഇന്ദ്രനുമൊക്കെ സ്വർഗം ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നു. അപ്പം 3 ലോകവും ഇപ്പം മഹാബലിയുടെ കീഴിലാണ്. മഹാബലി അസുരനാണെങ്കിലും സത്യം, ധർമ്മം, നീതി, മര്യാദ ഇതിൽ നിന്നൊന്നും അണുപോലും വ്യതിചലിക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ കവിതകളിൽ മാവേലി നാടുവാണിടുങ്കാലം മാനുഷരെല്ലാം ഒന്നുപോലെ എന്നുള്ള കവിതകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഇഷ്ടമായിരുന്നു. ആർക്കും ഒരു വിഷമവുമില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഈ ദേവന്മാർ വിഷമിക്കുകയാണ്. ദേവന്മാരുടെ മാതാവായിട്ടുള്ള അതിഥി ദേവി ഭർത്താവായിട്ടുള്ള കശ്യപനോട് പറയുകയാണ്, തൻ്റെ മക്കൾ വളരെ വിഷമിക്കണു, സ്വർഗലോകം നഷ്ടപ്പെട്ടു, എല്ലാം ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്. എങ്ങനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുക? അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കശ്യപൻ പറയാണ്, ഭഗവാന്റെ മായാശക്തി, അഹോ മായാബലം വിഷ്ണോർ സ്നേഹബന്ധമിതം ജഗത്ത്. ഭഗവാന്റെ മായാശക്തി വളരെ വലുതാണ്. മായയാൽ ഈ ലോകത്തെ ഭഗവാൻ ബന്ധിക്കപ്പെട്ടിരിക്കണു. അപ്പോൾ ഇപ്പം അവരെ ജയിക്കാൻ വിഷമമാണ്. എന്നാലും ഞാനൊരു വ്രതത്തെ ദേവിക്ക് ഉപദേശിച്ചു തരാം. ബ്രഹ്മദേവൻ തന്നെ എനിക്ക് ഉപദേശിച്ചു തന്നതാണത്. പയോവ്രതം എന്നാണ് അതിൻ്റെ പേര്. മീനമാസത്തിൽ വെളുത്ത പക്ഷത്തിൽ 12 ദിവസമാണ് വ്രതം ആചരിക്കേണ്ടത്. നമസ്തേ ആദിദേവായ സാക്ഷിഭൂതായ തേ നമഃ, നാരായണായ കൃഷ്ണയേ നരായഹരയേ നമഃ എന്നീ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് ഭഗവാനെ ആരാധിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് നിവേദ്യം ഹോമിക്കണം. പയോവ്രതം എന്നാണ്, പയസ് എന്ന് വെച്ചാൽ പാല് എന്നാണ് അർത്ഥം. പാല് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ വ്രതം അവസാനിക്കുന്ന അവസരത്തിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക, ദക്ഷിണ കൊടുക്കുക. ശ്രദ്ധയോടുകൂടി ആചരിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ സന്തോഷിക്കും, യാതൊരു സംശയവുമില്ല എന്നോട് പറഞ്ഞു കൊടുക്കുകയാണ് കശ്യപൻ. അതേപോലെ തന്നെ അതിഥി 12 ദിവസം ഈ വ്രതത്തെ ഭക്തിശ്രദ്ധാപൂർവം ആചരിച്ചു. 13-ാം ദിവസം ഭഗവാൻ തസ്യാ പ്രാദുരഭൂൽത്താദാ ഭഗവാനാദിപൂരുഷ പീതവാസ ചതുർബാഹു
ശംഖചക്രഗദാധരാ. ഭഗവാൻ സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള നാരായണൻ ശംഖചക്ര ഗദാപൽപങ്ങൾ ധരിച്ച മഞ്ഞപ്പട്ടുടുത്ത വനമാലകളൊക്കെ ധരിച്ചുകൊണ്ട് ഈ അതിഥീദേവിയുടെ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. അതിഥീദേവി ഭഗവാന്റെ അപാരമായിട്ടുള്ള മഹിമകളെക്കുറിച്ച് അങ്ങോട്ട് സ്തുതിക്കണം. യജ്ഞേശ യജ്ഞപുരുഷാച്യുത തീർത്ഥപാദ തീർത്ഥശ്രവശ്രവണമംഗളനാമധേയ. ഇങ്ങനെയൊക്കെയുള്ള ആ സ്തുതികളിൽ കൂടെയും സ്തോത്രങ്ങളിൽ കൂടെയുമാണ് ഭഗവാന്റെ മഹിമകളെ, ഭഗവാന്റെ മാഹാത്മ്യം, മഹത്വമൊക്കെ പ്രകടമാക്കുന്നത് ഭാഗവതത്തിൽ. ഭാഗവതം എന്ന് വെച്ചാൽ തന്നെ അർത്ഥം എന്താണ്? ഭഗവൻ മഹിമ, ഈശ്വര മഹിമയുടെ വിസ്തൃതമായിട്ടുള്ള ആവിഷ്കരണമാണ്. സ്വാദുസ്വാദു പദേ പദേ, ഓരോ പദത്തിലും ഭഗവാന്റെ മഹിമയാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. ഭഗവാൻ എങ്ങനെയുള്ളവനാണ്? യജ്ഞേശ, യജ്ഞബലം നൽകി അനുഗ്രഹിക്കുന്നവനാണ്. യജ്ഞപുരുഷനാണ്, യജ്ഞങ്ങളാൽ ആരാധിക്കപ്പെടുന്നവനാണ്. യജ്ഞോ യജ്ഞപതിർയജ്വ, വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന്റെ പര്യായപദങ്ങളായിട്ട് അതൊക്കെ പറയുന്നുണ്ട്. അച്യുത എന്നാണ് ഭഗവാന്റെ വേറൊരു വിശേഷം പറയുന്നത്. എന്താണ് അച്യുതൻ എന്ന ശബ്ദത്തിനർത്ഥം? ച്യുതി എന്ന് വെച്ചാൽ നാശം. ഈ ലോകത്തിൽ നാശമില്ലാത്തത് ഭഗവാനു മാത്രമേയുള്ളൂ. അതേപോലെ തന്നെ ഭഗവാനെ ആശ്രയിക്കുന്ന ഭഗവാന്റെ ഭക്തന്മാർക്കും നാശമില്ല. തീർത്ഥപാദക, ഗംഗാദി തീർത്ഥങ്ങളുടെ ഉൽപ്പത്തിക്ക് നിദാനമായിട്ടുള്ള പാദങ്ങളോട് കൂടിയിട്ടുള്ളവനാണ് ഈ ഭഗവാൻ. അങ്ങനെ മംഗളകരമായിട്ടുള്ള തിരുനാമത്തോട് കൂടിയിട്ടുള്ളവനാണ്. അങ്ങനെയൊക്കെയുള്ള ഭഗവാനെ അവിടുത്തെ ഞാനിതാ നമസ്കരിക്കണോ എന്ന് പറഞ്ഞ് അതിഥി നമസ്കരിക്കുന്നു. തൻ്റെ കുട്ടികളുടെ വിഷമം പറയുന്നു. എല്ലാം നഷ്ടപ്പെട്ടു, അതൊക്കെ തിരിച്ചു കിട്ടണം, അതിനെന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ പറയണത്, ഇപ്പോൾ അസുരന്മാരെ ജയിക്കാൻ സാധ്യമല്ല. മഹാബലിക്ക് കാലം ഈശ്വരൻ പൂർണ്ണമായും അനുകൂലമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാലും ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ പുത്രനായിട്ട് അവതരിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഭഗവാൻ ശ്രീഹരി മഹാവിഷ്ണു നാരായണസ്വാമി അതിഥിയോട് പറഞ്ഞ് അന്തർദാനം ചെയ്യുന്നു. പിന്നീട് ആ കശ്യപനിൽ പ്രവേശിക്കുന്നു. കശ്യപനിൽ കൂടെ ഭഗവാൻ അതിഥി ഗർഭത്തിൽ പ്രവേശിക്കുന്നു. ആ അതിഥി ഭഗവാനെയും ഗർഭം ധരിച്ചുകൊണ്ട് ആ ഗർഭം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിഥി ഗർഭസ്ഥനായിട്ടുള്ള ഭഗവാനെ ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരൊക്കെ ആകാശത്തിൽ വന്ന് ദിവ്യങ്ങളായിട്ടുള്ള സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി. ജയോരുഗായ ഭഗവൻ ഒരു ക്രമ നമസ്തുതേ, നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമഃ, നമസ്തേ പൃശ്നിഗർഭായ വേദഗർഭായ വേദസേ, തൃണാഭായ ത്രിപൃഷ്ടായ ചിവിപിഷ്ടായ വിഷ്ണവേ. ഭഗവാന്റെ ആ മഹിമകൾ മുഴുവൻ തന്നെ ആ സ്തുതികളിൽ കൂടെ പറയുന്നുണ്ട്. അനേക വിധത്തിൽ കീർത്തിക്കുവാൻ തക്ക ലീലകൾ നടത്തുന്നവനാണ് ഭഗവാനെ. അങ്ങ് മൂന്ന് ഗുണങ്ങളെ സ്വീകരിച്ചിട്ടുള്ളവനാണ്. ആ പൃശ്നിയുടെ ഗർഭത്തിൽ ജനിച്ചിട്ടുള്ളവനാണ്, പൃശ്നി ഗർഭൻ എന്ന പേരിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ അപാരങ്ങളായിട്ടുള്ള മഹിമകളെ ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ആ ശ്ലോകത്തിലാണ് ഈ സ്തുതി കേട്ട് ആ ഭഗവാൻ അവതരിക്കാൻ പോകുന്നത്. ഇത്തം വിരിഞ്ചസ്തുതകർമ്മവീര്യ പ്രാദുർബഭൂവാമൃതഭൂരദിത്യം ചതുർഭുജശങ്കഗദാബ്ജചക്ര പിശാംഗവാസാനളിനായ ദേക്ഷണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇങ്ങനെ ആ ബ്രഹ്മാദികളായ ദേവന്മാരെ ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ അവിടെ അങ്ങോട്ട് ആ അതിഥി ഗർഭത്തിൽ അവതരിക്കുകയാണ്. അവതരിച്ചപ്പോൾ എങ്ങനെയാണ്? ആ വൈഷ്ണവ സ്വരൂപത്തിൽ മനോഹരമായിട്ടുള്ള കിരീടം, ചെന്താമരപ്പൂ പോലെ വികസിച്ചിട്ടുള്ള തിരുമുഖം, ചെന്താമരയുടെ എതിളുപോലെ മനോഹരമായിട്ടുള്ള നീണ്ട കണ്ണുകൾ, 4 തൃക്കൈകൾ, അശോഭിക്കുന്ന 4 തൃക്കൈകളിലും ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ചിട്ടുണ്ട്.
കാർമേഘത്തിനെ പോലെ അല്ലെങ്കിൽ കായാമ്പൂവിനെ പോലെയുള്ള നീല നിറത്തോടു കൂടിയിട്ടുള്ളവനാണ് ആ നീല നിറം. മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുണ്ട്. ശ്രീവത്സം എന്ന അടയാളം മാറിലുണ്ട്. കൗസ്തുഭരത്നം ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ ഭഗവാൻ അവിടെ അങ്ങോട്ട് അവതരിക്കുന്നു. ചിങ്ങമാസത്തിൽ വെളുത്ത ദ്വാദശിയും തിരുവോണവും കൂടിയ അഭിജിത്ത് എന്ന നക്ഷത്രത്തിലാണ് ആ പ്രഭുവായിട്ടുള്ള ഭഗവാൻ അതിഥിയിൽ കൂടെ അങ്ങോട്ട് അവതരിച്ചത്. ആ സമയത്തുള്ള മുഹൂർത്തം വിജയ എന്ന ആ മുഹൂർത്തം. ആ സന്ദർഭത്തിൽ ദേവകാൽപേതു പുഷ്പവൃഷ്ടയാ, ദേവന്മാർ ആകാശത്തിൽ നിന്ന് കൽപ്പകവൃക്ഷത്തിൻ്റെ പൂക്കൾ വർഷിച്ച് ഭഗവാന്റെ ശിരസിലേക്ക് വർഷിക്കുന്നു. ഗന്ധർവന്മാർ പാട്ടുപാടാൻ തുടങ്ങി. ആ പാട്ടിനനുസരിച്ചുകൊണ്ട് ഗന്ധർവ സ്ത്രീകൾ അപ്സരസുകൾ നൃത്തം ചെയ്യാൻ തുടങ്ങി. ആനകം ദുന്ദുബി മുതലായിട്ടുള്ള ദേവവാദ്യങ്ങളൊക്കെ താനെ മുഴങ്ങാൻ തുടങ്ങി. അതിഥി അത്ഭുതപ്പെട്ടു. കശ്യപൻ ജയിച്ചാലും ജയിച്ചാലും എന്ന് പറയുന്നു. ആ സന്ദർഭത്തിൽ വിഷ്ണുസ്വരൂപിയായിട്ടുള്ള ആ നാരായണൻ, ആ ഭഗവാൻ 7 വയസ്സ് പ്രായമുള്ള പൊക്കം കുറഞ്ഞ ഒരു ബാലനായിട്ട് നടൻ വേഷം മാറുന്നത് പോലെ അങ്ങോട്ട് ആയിത്തീർന്നു. അപ്പോൾ വിഷ്ണു സ്വരൂപം മാറിയിട്ട് ഇപ്പോൾ 7 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയായിത്തീർന്നു. അപ്പോൾ ആ പൊക്കം കുറഞ്ഞ കുട്ടിയെയാണ് എന്ന് പറയുക വാമനൻ, പൊക്കം കുറഞ്ഞവൻ എന്ന് പറയാം. തംവടും വാമനം ദൃഷ്ട്വാ മോദമാനാ മഹർഷയാ കർമാണി കാരയാമാസു പുരസ്കൃത്യ പ്രജാപതിം. അവിടെയുള്ള മഹർഷിമാരൊക്കെ കശ്യപനെ കൊണ്ട് ആ ബ്രഹ്മചാരിക്കുട്ടിക്ക് സംസ്കാരങ്ങൾ ചെയ്യിപ്പിച്ചു. സാക്ഷാൽ സൂര്യനാരായണൻ തന്നെ ഇറങ്ങി വന്ന ബ്രഹ്മചാരിക്കുട്ടിക്ക് ഗായത്രി ഉപദേശിച്ചു കൊടുക്കുന്നു. ദേവഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതി ധരിക്കാനുള്ള പൂണുനൂൽ കൊടുക്കുന്നു. ഭൂമിദേവി ആ ബ്രഹ്മചാരിക്ക് ധരിക്കുവാൻ കൃഷ്ണമൃഗത്തോൽ സമർപ്പിക്കുന്നു. ചന്ദ്രദേവൻ ദണ്ഡു കൊടുക്കുന്നു. ഇതൊക്കെ ബ്രഹ്മചാരിയുടെ ലക്ഷണമാണ്. ബ്രഹ്മചാരിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം. അതിഥി ദേവി കൗപീനത്തെ കൊടുക്കുന്നു. ഓലക്കുട കൊടുക്കുന്നത് ആരാണ്? അന്തരീക്ഷ ദേവതകളാണ്. ബ്രഹ്മദേവൻ ആ കുട്ടിക്ക് ഒരു കമണ്ടൽ കൊടുക്കുന്നു. ദേവി സരസ്വതി, വിദ്യയുടെ അതിദേവതയായിട്ടുള്ള സരസ്വതി മാതാവ് ആ കുട്ടിക്ക് ജപമാല കൊടുക്കുന്നു. സപ്തർഷികളെ അത്രി, മരീചി, പുലകൻ, പുലസ്തൻ മുതലായിട്ടുള്ള ഋഷിമാരൊക്കെ വന്ന ആ കുട്ടിക്ക്, ആ ബ്രഹ്മചാരി കുട്ടിക്ക് ഗർഭപ്പുല്ല് കൊടുക്കുന്നു. തസ്മാദിത്യപാനീതായക്ഷരാട് പാത്രികാമതാൽ. ബ്രഹ്മചാരികൾ എങ്ങനെയാണ് ഉപജീവനം കഴിക്കേണ്ടത്? ഭിക്ഷ ഏറ്റുകൊണ്ടാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു ഭിക്ഷാപാത്രം വേണം. ആ ഭിക്ഷാപാത്രം ആരാണ് സമർപ്പിച്ചത്? യക്ഷരാട്ട്, സാക്ഷാൽ കുബേരനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ ആരാണ് ആദ്യമായി ഭിക്ഷ സമർപ്പിക്കുന്നത്? ഭിക്ഷാം ഭഗവതി സാക്ഷാതുമാ അംബികാ സതി. സാക്ഷാൽ പാർവതി മാതാവാണ് ആ കുട്ടിക്ക് ആ ഭിക്ഷാപാത്രത്തിൽ ആദ്യമായിട്ട് ഭിക്ഷ സമർപ്പിച്ചത്. ആ പാർവതി മാതാവ് നൽകിയ ഭിക്ഷയുമായിട്ട് ആ ബ്രഹ്മചാരിക്കുട്ടി എങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ മഹാബലി എന്താണ് ചെയ്യുന്നത്? അശ്വമേധയാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നർമ്മദാ നദിയുടെ തീരത്ത് ഭൃഗുകച്ചം എന്ന സ്ഥലത്താണ് അദ്ദേഹം യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യാഗശാലയിലേക്കാണ് ഈ ബ്രഹ്മചാരിക്കുട്ടി അങ്ങനെ വാമനമൂർത്തി അങ്ങനെ കയറി വരുന്നത്. അപ്പോൾ സാക്ഷാൽ ഈ കുട്ടിയുടെ ഐശ്വര്യം കണ്ട്, തേജസ് കണ്ട് മഹാബലിയും ശുക്രാചാര്യനും ഹൃത്തിക്കുകളുമൊക്കെ എഴുന്നേറ്റ് ആ കുട്ടിയെ സ്വാഗതം ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് വരുന്നു. സാക്ഷാൽ സൂര്യൻ തന്നെയാണ് ഇറങ്ങി വരികയാണോ എന്ന് തോന്നുന്നു. സനൽകുമാര മഹർഷിയാണോ ഈ വരുന്നത് എന്ന് തോന്നുന്നു. അപ്പം അത്രയും അഗ്നിയാണ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്കുള്ള പ്രതീതി ഉണ്ടാകുന്നു. ഇവിടെ ബലി ആ കുട്ടിക്ക് ഇരിക്കാൻ ആസനം കൊടുക്കുന്നു. പാദപൂജ നിർവഹിക്കുന്നു. ആ പാദതീർത്ഥം ശിരസിൽ ധരിക്കുന്നു. ഭാഗവത ധർമ്മത്തെ അറിയുന്ന ആ 12 ആളുകളിൽ 10ാമത്തെ ആളാണ് മഹാബലി. അപ്പോൾ ആരൊക്കെയാണ് മറ്റു 11 പേര്?
ഭാഗവതം 6-ാമത്തെ സ്കന്ധത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വയംഭൂർ നാരദ ശംഭൂ കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർവയ്യാസഗിർവയം. ബ്രഹ്മദേവൻ, പരമഭാഗവതോത്തമനായിട്ടുള്ള നാരദ മഹർഷി, മഹാദേവൻ, സനൽകുമാരൻ, കപിലവാസുദേവൻ, സ്വയംഭൂ മനു, ഭക്തോത്തമനായിട്ടുള്ള പ്രഹ്ലാദൻ, അതേപോലെ തന്നെ ആത്മജ്ഞാനിയായിട്ടുള്ള ജനക മഹാരാജാവ്, ആ ഭീഷ്മ പിതാമഹൻ, പിന്നെതാ മഹാബലിയുടെ പേരാണ് പിന്നീട് അറിയുന്നത്, ബലിർവയ്യാസഗിർവയം. അതേപോലെ തന്നെ യമധർമ്മ രാജാവ്, ശ്രീശുക ബ്രഹ്മർഷി. ഇങ്ങനെ 10 പേരാണ് ഈ ഭാഗവത ധർമ്മത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മഹാദേവൻ പോലും തൻ്റെ ശിരസിൽ ധരിക്കുന്നത് ഭഗവാന്റെ പാദതീർത്ഥമാണ്. ഗംഗ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മഹാബലിക്ക് ഭഗവാന്റെ പാദതീർത്ഥം ധരിക്കാനുള്ള സൗഭാഗ്യമുണ്ടായി. ആ മഹാബലിയുടെ ഭാഗ്യത്തെ ഒന്ന് ഓർത്തു നോക്കൂ പരീക്ഷത്തെ എന്നാണ് ശ്രീശുകൻ പറയുന്നത്. ഇത്രയും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായിട്ടുള്ള ഒരാൾ വേറെ കാണാൻ സാധിക്കുകയില്ല. അതിനെ വർണ്ണിക്കാൻ വാക്കുകളില്ല പരീക്ഷത്തെ എന്നാണ് ശ്രീശുകൻ പറയണത്. യാഗശാലയിലേക്ക് എത്തിച്ചേർന്ന വാമനമൂർത്തിയോട് മഹാബലി പറയാണ്, സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കരവാമതേ. അങ്ങേക്ക് സ്വാഗതം. അങ്ങേക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എൻ്റെ പിതൃക്കൾ ശുദ്ധമായി, എൻ്റെ വംശം ശുദ്ധമായി, എൻ്റെ യാഗം ബുദ്ധിമായി, ഈ ഭൂമി ശുദ്ധമായി, എല്ലാം തന്നെ അങ്ങയുടെ ആഗമനം കൊണ്ട് മംഗളമായി തീർന്നിരിക്കണം. അങ്ങേക്ക് എന്താണ് വേണ്ടത്? പശു വേണമോ, സ്വർണം വേണമോ, കന്യകകളെ, ഗ്രാമങ്ങളെ, വാഹനങ്ങളെ, വീട്, ഭൂമി, എന്താ വേണ്ടച്ചാൽ പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഇതി വൈരോചനേ വാക്യം ധർമ്മയുക്തം സുസോനൃതം നിശമ്യ ഭഗവാൻ പ്രീത പ്രതിനന്ദേതമബ്രവീൽ. ഇതങ്ങോട്ട് കേട്ടപ്പോൾ മഹാബലിയെ അഭിനന്ദിച്ചുകൊണ്ട് വാമനമൂർത്തി പറഞ്ഞു, അങ്ങ് പ്രഹ്ലാദൻ്റെ പുത്രനാണ്, ആ ശുക്രാചാര്യൻ്റെ ശിഷ്യനാണ്. അപ്പം അങ്ങ് ഇങ്ങനെയൊക്കെ അങ്ങയുടെ ധർമ്മത്തിനും കുലത്തിനും യോജിച്ച വിധത്തിൽ പറഞ്ഞത് അതന്നെ അങ്ങയുടെ മഹിമയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങയുടെ പൂർവികരായിട്ടുള്ള ഓരോരുത്തരും എത്ര പ്രതാപശാലികളായിരുന്നു. ആ ഹിരണ്യാക്ഷൻ്റെ പരാക്രമം, വരാഹരൂപം ധരിച്ചുകൊണ്ടാണ് ശ്രീഹരി ഹിരണ്യാക്ഷനെ വധിച്ചത്. അതേപോലെ ആ കശിപു ലോകം മുഴുവൻ ജയിച്ചു. ഹിരണ്യകശിപു വൈകുണ്ഠത്തിലേക്ക് വൈകുണ്ഠത്തെ കീഴടക്കാൻ പോയപ്പോൾ എന്താത്രേ ചെയ്തത്? ഭഗവാൻ ആ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ അങ്ങോട്ട് പ്രവേശിച്ചിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ നരസിംഹരൂപം ധരിച്ചിട്ടാണ് അവൻ്റെ പിന്നീട് ആ ഹിരണ്യകശിപുവിനെ വധിക്കുന്നത്. പിന്നെ വിരോചനൻ്റെ പുത്രനാണ് മഹാബലി. ആ ദേവന്മാർ ബ്രാഹ്മണവേഷം ധരിച്ചു വന്ന വിരോചനൻ്റെ ആയുസ്സിനെയാണ് ദാനമായിട്ട് യാചിച്ചത്. യാതൊരു മടിയും കൂടാതെ ആ വിരോചനൻ തൻ്റെ ആയുസ്സിനെ ദാനമായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള വീരപുരുഷന്മാർ പിറന്നിട്ടുള്ള കുലത്തിലാണ് അങ്ങ് ജനിച്ചിട്ടുള്ളത്. അങ്ങയുടെ വംശം വളരെ വിശുദ്ധമാണ്. അപ്പം ഇങ്ങനെയൊക്കെ മഹാബലിയുടെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് പറയാണ്, പദാനിത്രേണി ദൈത്യേന്ദ്രാ സംവിധാനി പദാൻ മമ. അങ്ങ് എന്താ വേണ്ടതെന്ന് എനിക്ക് ചോദിച്ചില്ലേ? എൻ്റെ കാലടി കൊണ്ട് അളന്നെടുക്കാൻ തക്ക പാകത്തിലുള്ള 3 അടി മണ്ണ് മതി എനിക്ക് എന്നാണ് പറഞ്ഞത്. അപ്പം മഹാബലി പറഞ്ഞു, എന്നോട് ഒരിക്കൽ യാചിച്ചാൽ പിന്നീട് മറ്റൊരാളോടും ആ ആൾക്ക് യാചിക്കേണ്ടി വരില്ല. എന്താണ് കുട്ടി ഇങ്ങനെ പറയണത്? ഈ 3 അടി മണ്ണ് എത്ര നിസ്സാരമാണ്. അപ്പോൾ പറഞ്ഞു വാമനമൂർത്തി, 3 അടി മണ്ണ് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ത്രൈലോക്യം മുഴുവൻ കിട്ടിയിട്ടും കാര്യമില്ല. അപ്പം മഹാബലി എന്നാ ശരി, ജലസമേതം ആ 3 അടി ദാനം ചെയ്യാൻ ജലപാത്രം കയ്യിലെടുത്തു. അപ്പം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള ശുക്രാചാര്യൻ ആ മുഖ്യ പുരോഹിതനാണ് ആ യാഗത്തിൻ്റെ. അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റു, മഹാബലി ഈ യാഗം നിർവഹിക്കരുത്. ഈ വന്നിട്ടുള്ളത് ആരാണെന്നറിയോ? സാക്ഷാൽ നാരായണനാണ്. അങ്ങ് ഈ 3 അടി വളർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ സർവസ്വവും നഷ്ടപ്പെടും.
അങ്ങ് ദരിദ്രനായിത്തീരും. ഒന്നും അതുകൊണ്ട് ഈ യാഗം ഈ യജ്ഞം ഇത് നിർവഹിക്കരുത്, സത്യം ലംഘിച്ചോളൂ, കൊടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പം മഹാബലി എന്താ പറഞ്ഞത്? ഏതൊരു ഭഗവാന്റെ കാരുണ്യത്തിനും അനുഗ്രഹത്തിനും വേണ്ടിയിട്ടാണോ ഇതേപോലെയുള്ള യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ നിർവഹിക്കുന്നത്, ആ യജ്ഞശാലയിലേക്ക് ഭഗവാൻ തന്നെ നേരിട്ട് വന്നാൽ അത് നമ്മൾ കൊടുക്കുകയല്ലേ വേണ്ടത്? ഞാൻ കൊടുക്കും എന്ന് പറയുകയാണ്. അപ്പോൾ വീണ്ടും മഹാബലിയോട് ശുക്രാചാര്യൻ പറയുന്നു, ചില സമയത്തൊക്കെ ചില നുണ പറഞ്ഞാൽ അത് നുണയാവില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഏതൊക്കെയാണ്? സ്ത്രീഷു നർമ്മവിവാഹേച വൃത്യർത്ഥേ പ്രാണസങ്കടേ ഗോബ്രാഹ്മണാർത്ഥേ ഹിംസായാം നാനൃതം സ്യാൽ ജുഗുപ്സിതം. ഇങ്ങനെയുള്ള ഒരു 7 സന്ദർഭങ്ങളിൽ നുണ പറയാമെന്നാണ് ശാസ്ത്രവിധി. ശുക്രാചാര്യൻ ശുക്രനീതിശാസ്ത്രത്തിൻ്റെ കർത്താവാണ്. എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്ന ആളാണ് ശുക്രാചാര്യൻ. അദ്ദേഹം വെറുതെ അല്ല പറയണത്. എന്തൊക്കെയാണ് പറയണത്? സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഒരു നുണയൊക്കെ പറഞ്ഞാലും അത് നുണയായിട്ട് തീരില്ല. പിന്നെന്താണ്? നർമ്മ, കൂട്ടുകാരോട് തമാശ പറയുമ്പോൾ ഒരു പൊളി പറഞ്ഞാലും അത് പൊളിയാവില്ല. പിന്നെന്താണ്? വിവാഹേച്ച, ഒരു കന്യകയുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു നുണ പറഞ്ഞാൽ അത് നടക്കുമെന്ന് വെച്ചാൽ അത് പറഞ്ഞാലൊരു നുണയല്ല, അത് നടത്താനാണ് പറയുന്നത്. അതേപോലെ തന്നെ വൃത്യർത്ഥേ പ്രാണസങ്കടേ, ഒരു ജീവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, അതുമാതിരി ഉപജീവനത്തിനു വേണ്ടിയിട്ട്, പ്രാണൻ പോകുന്ന സമയത്ത് പശുക്കളുടെയും ബ്രാഹ്മണരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒക്കെ ഒരു നുണ പറഞ്ഞാലും അത് നുണയല്ല, അങ്ങ് പറഞ്ഞോളൂ അങ്ങ് കൊടുക്കരുത് എന്നാണ് ഞാൻ പറയണത് എന്ന് ശുക്രാചാര്യൻ പറയുകയാണ്. മാത്രമല്ല, ഇതിന് ഉപോത്ബലകമായിട്ട് മറ്റ് ശ്രുതികാരന്മാരും വേദത്തിലും ഒക്കെ ഉക്തികളുണ്ട്. യാജ്ഞവൽക്യ സ്മൃതിയിൽ പറയാണ്, വർണ്യനാം ഹിവതോ യത്ര തത്ര സാക്ഷി അനൃതം വദേത് എന്ന് യാജ്ഞവൽക്യനും ഇതിനെ സമർത്ഥിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇനി വേദത്തിൽ പറയുന്നു, തസ്മാത് കാലയേവ ദദ്യാത് കാലേന ദദ്യാത് തൽ സത്യാനൃതേ മുദിനീകരോതി എന്ന് ശ്രുതിയും ഇതിനെ ന്യായീകരിച്ച് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ശ്രുതിയും സ്മൃതിയും ഒക്കെ ഉദാഹരിച്ചുകൊണ്ട് ശുക്രാചാര്യൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ എന്താണ് മഹാബലി പറഞ്ഞത്? അങ്ങ് പറഞ്ഞതൊക്കെ വാസ്തവമാണ്, ശരിയാണ്. എനിക്ക് അങ്ങയോട് വളരെയധികം ബഹുമാനവുമുണ്ട്. പക്ഷേ നുണ, കളവ്, പൊളി ആര് എങ്ങനെ എവിടെ വെച്ച് പറഞ്ഞാലും അത് നുണയാണ്. അതിനെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ വാക്ക് പാലിക്കും. ഭഗവാനാണെങ്കിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ ഭൂമി ദാനം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോൾ ശുക്രാചാര്യൻ മഹാബലിയെ ശപിക്കുന്നു. അങ്ങ് സർവസ്വം നഷ്ടമാകട്ടെ എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ശുക്രൻ ശപിച്ചിട്ടും മഹാബലി സത്യത്തിൽ നിന്ന് അണുപോലും വ്യതിചലിച്ചില്ല. വാമനനെ പൂജിച്ച് ജലസമേതം ഭൂമിയെ ദാനം ചെയ്തു. മഹാബലിയുടെ ധർമ്മപറ്റിയായിട്ടുള്ള വിന്ധ്യാവലി എന്തും ഉദകപൂർവമാണ് കൊടുക്കുക. സ്വർണ്ണകലശത്തിൽ ജലം കൊണ്ടുവന്ന് കാല് കഴുകാനുള്ള ജലം കൊണ്ടുവന്ന സ്വർണ്ണകലശത്തിലുള്ള ജലം കഴുകി ആ പാദതീർത്ഥം വീണ്ടും മഹാബലി തൻ്റെ ശിരസിൽ ധരിക്കണു. തഥാ സുരേന്ദ്രൻ ദിവിദേവതാഗണ ഗന്ധർവവിദ്യാധരസിദ്ധചാരണ. ആ സന്ദർഭത്തിൽ ഇതാ ദേവന്മാർ ആകാശത്തിൽ പുഷ്പവർഷം നടത്തുന്നു, ഗന്ധർവന്മാർ പാട്ടുപാടുന്നു, അപ്സരസുകൾ നൃത്തം ചെയ്യുന്നു. ഈ മഹാബലി ചതിയനാണെന്നറിഞ്ഞിട്ടും 3 ലോകത്തെയും ശത്രുവിനെ ഇതായി ദാനം ചെയ്തിട്ടുള്ള ഈ ധീരനായിട്ടുള്ള മഹാബലി ചെയ്തിട്ടുള്ള ഈ കർമ്മത്തെ മറ്റാർക്കും തന്നെ ഇതേപോലെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് മഹാബലി ഇവിടെ ചെയ്തിട്ടുള്ള കർമ്മം. അതുകൊണ്ടാണ് അവിടെ പുഷ്പവർഷവും വേദവാദ്യങ്ങളും ഒക്കെ മുഴങ്ങാൻ കാരണം. ഇങ്ങനെ ഇതങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ തദ്വാമനം രൂപമവർദ്ധതാത്ഭുതം ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം. ആ ശ്രീഹരിയുടെ 7 വയസ്സ് പ്രായം തോന്നിക്കുന്ന കുട്ടി രൂപമുണ്ടല്ലോ, അതങ്ങോട്ട് പെട്ടെന്ന് വലുതാവാൻ തുടങ്ങി. ആ സർവാത്മാവായിട്ടുള്ള ഭഗവാനിൽ ആ ലോകം മുഴുവൻ തന്നെ മഹാബലിക്ക് ദർശിക്കാൻ സാധിച്ചു. ത്രിവിക്രമസ്വരൂപത്തിൽ
ആ മഹാബലി ആ വാമനമൂർത്തി അങ്ങോട്ട് വലുതായി. സർവാണി ഭൂതാനി ദദർശവീര, എല്ലാറ്റിനെയും തന്നെ ആ ഭഗവാന്റെ രൂപത്തിൽ മഹാബലിക്ക് കാണാൻ സാധിക്കുന്നു. പരീക്ഷത്തിനോട് ശ്രീശുകൻ പറയാണ്, ആ വനമാലകളോട് കൂടിയിട്ടുള്ള ഭഗവാൻ വളരെയധികം ശോഭിക്കണോ. പിന്നീട് ബലിയുടെ ഭൂലോകം കാലടി കൊണ്ട് അളന്നെടുക്കുന്നു. ശരീരത്തിൻ്റെ വ്യാപ്തി കൊണ്ട് ആകാശത്തെ അളന്നു. കൈകളെ കൊണ്ട് ദിക്കുകളെ അളക്കുന്നു. രണ്ടാമത്തെ അടി കൊണ്ട് സ്വർഗം അളന്നെടുത്തു. മൂന്നാമത്തെ അടി വയ്ക്കാൻ ഇനി മഹാബലിയുടേതായിട്ട് യാതൊന്നും തന്നെ ബാക്കിയില്ല. അപ്പം മൂന്നാമത്തെ ഭഗവാന്റെ ആ കാലടി അങ്ങോട്ട് ഉയർന്ന് മഹർലോകത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആ മഹർലോകത്തു നിന്ന് അത് ജനലോകത്തിലേക്ക് എത്തുന്നു. ജനലോകത്തു നിന്ന് തപോലോകത്തിലേക്ക് എത്തുന്നു. ആ കാലടി പിന്നെയും ഉയർന്നുയർന്ന് ബ്രഹ്മദേവൻ അധിവസിക്കുന്ന സത്യലോകത്തോളം എത്തിച്ചേരുകയാണ്. സത്യലോകത്തിൽ ഈ കാലടികളെ കണ്ട് ഇത് ഭഗവാന്റെ പാദങ്ങളാണ് എന്ന് മനസ്സിലാക്കി ആ പാദങ്ങളെ ബ്രഹ്മദേവൻ നമസ്കരിക്കുന്നു. ബ്രഹ്മദേവൻ തൻ്റെ കമണ്ഡലുവിലെ ജലം കൊണ്ട് ആ കാൽ കഴുകിക്കുന്നു. ബ്രഹ്മദേവൻ കഴുകിയിട്ടുള്ള തൻ്റെ കമണ്ഡലുവിലെ ജലം കൊണ്ട് കഴുകിയിട്ടുള്ള ഭഗവാന്റെ കാല് കഴുകിയിട്ടുള്ള ജലമാണ് പിന്നീട് ഭൂമിയിലേക്ക് പതിച്ച് ഈ ലോകത്തെ മുഴുവൻ തന്നെ ശുദ്ധമാക്കിക്കൊണ്ട് ഇരിക്കുന്ന ഗംഗാനദിയായിട്ട് പരിണമിച്ചത്. സ്വർഗം, ഭൂമി, പാതാളം എന്നീ മൂന്ന് ലോകങ്ങളെയും ശുദ്ധീകരിച്ചിട്ടുള്ള ഗംഗാനദി ഇങ്ങനെയാണ് ഉത്ഭവിച്ചത്. ഭഗവാന്റെ കാല് കഴുകിയിട്ടുള്ള തീർത്ഥമാണ്. അപ്പം വിശ്വരൂപിയായിട്ടുള്ള ഭഗവാൻ പിന്നീട് എന്തു ചെയ്യുന്നു? വീണ്ടും ആ പഴയ വാമനന്റെ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരൊക്കെ വന്ന് ആ ഭഗവാന്റെ മുമ്പിൽ കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നു. ഭഗവാനെ പൂജിക്കുന്നു. ജയശബ്ദങ്ങളുണ്ടാവുന്നു, നവശബ്ദങ്ങളുണ്ടാവുന്നു. ദേവവാദ്യങ്ങൾ മുഴങ്ങാൻ തുടങ്ങി. ഗന്ധർവന്മാർ പാട്ടുപാടാനും പാട്ടിനനുസരിച്ച് ഗന്ധർവ സ്ത്രീകൾ നൃത്തം ചെയ്യാനും തുടങ്ങി. ജാംബവാനിഷ്ടരാജസ്തു ബേരീ ശബ്ദൈർമനോജവാ വിജയം ദിക്ഷു സർവാസു മഹോത്സവമഘോഷയത്. വൃക്ഷരാജാവായിട്ടുള്ള ജാംബവാൻ പെരുമ്പറ മുഴക്കിക്കൊണ്ട് ലോകം മുഴുവൻ തന്നെ 7 സമുദ്രങ്ങളും ചാടിക്കടന്നുകൊണ്ട് ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിച്ചിട്ടുണ്ട് എന്നുള്ള വർത്തമാനം ലോകം മുഴുവൻ തന്നെ അറിയിക്കുകയാണ്. ജാംബവാൻ തന്നെ ഈ കാര്യം രാമായണത്തിൽ പറയുന്നുണ്ട്. വാനരന്മാരെ സമുദ്രം ചാടിക്കടക്കാൻ അസമർത്ഥന്മാരായി തീരാണ്. അപ്പോൾ ജാംബവാൻ പറഞ്ഞു, എനിക്കിതൊക്കെ നിസ്സാരാണ്. ഞാൻ എൻ്റെ യൗവനകാലത്ത് ആ വാമനമൂർത്തിയായി ഭഗവാൻ നാരായണൻ അവതരിച്ച സമയത്ത് ആ വർത്തമാനം ലോകത്തിൽ മുഴുവൻ തന്നെ ഞാനാണ് പെരുമ്പറ കൊട്ടി അറിയിച്ചത്. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ഛന്നമായി 3 അടിയായി അളക്കും വിധവു യൗവനകാലേ പെരുമ്പറയും കൊട്ടി 7 വട്ടം വലത്തു വെച്ചിടിനാൻ. 21 പ്രാവശ്യം ഈ ഭൂമിയിൽ അത് കൊട്ടി അറിയിച്ചിട്ടുണ്ട് ജാംബവാൻ എന്ന് പറയാണ്. അപ്പോൾ ഈ ബ്രഹ്മചാരി വേഷത്തിൽ വന്ന മഹാബലിയുടെ സർവസ്വവും അപഹരിച്ചത് മഹാവിഷ്ണുവാണ് എന്ന് അസുരന്മാർക്ക് മനസ്സിലായി. അസുരന്മാർ വാമനനെ കൊല്ലാനായിട്ട് ആയുധങ്ങളുമായിട്ട് അങ്ങോട്ട് വന്നു. അപ്പോഴേക്കതാ ഭഗവാന്റെ പാർഷദന്മാരായിട്ടുള്ള നന്ദൻ, സുനന്ദൻ മുതലായിട്ടുള്ളവരൊക്കെ അവിടേക്ക് എത്തിച്ചേരുന്നു. അസുരന്മാരെയൊക്കെ തടുക്കുന്നു, അവരെയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങുന്നു. ആ സന്ദർഭത്തിൽ മഹാബലിയും തന്നെ അസുരന്മാരെ തടുത്തുകൊണ്ട് പറയുന്നു, നമുജി, വിപ്രജിത്തി, ചണ്ഡമുണ്ടന്മാരെ, മഹിഷാസുരൻ, താരകാസുരൻ മുതലായിട്ടുള്ള പ്രബലന്മാരായിട്ടുള്ള അസുരശക്തികളെയൊക്കെ തടുത്തുകൊണ്ട് മഹാബലി പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ എതിർക്കാൻ പോകേണ്ട. നമുക്ക് കാലം അനുകൂലമല്ല. കാലം അനുകൂലമല്ലെങ്കിൽ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. കാലം അനുകൂലമല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്നിന് ബലമുണ്ടാവില്ല, നമ്മൾ ജപിക്കുന്ന മന്ത്രത്തിന് ബലമുണ്ടാവില്ല, നമ്മൾ പ്രയോഗിക്കുന്ന ആയുധത്തിന് ബലമുണ്ടാവില്ല. എന്നാൽ കാലം അനുകൂലമാണെങ്കിലോ ഇതൊന്നിൻ്റെയും ആവശ്യമില്ല, നമുക്ക് അടിക്കടി വിജയമേ ഉണ്ടാകുകയുള്ളൂ. മഹാബലി പറയാണ്, ബലേന സജീവൈർബുദ്ധിയാ ദുർഗൈ മന്ത്രവശവദാദിഭി സാമാദിവിരുവായ ഇഷ്ട കാലം നാത്യേരി വൈജന.
എല്ലാവരുടെയും സുഖദുഃഖങ്ങൾക്ക് കാരണമെന്താണ്? കാലമാണ്. കാര്യാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. രാമായണത്തിൽ പറയുന്നുണ്ട്. ഭഗവാന്റെ സ്വരൂപത്തിനെ തന്നെ കാലം എന്നാണ് പറയുക. അപ്പോൾ ആ കാലശക്തിയെ അതിജീവിക്കാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. ഭീഷ്മപിതാമഹൻ തന്നെ ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിൽ പറയുന്നുണ്ടല്ലോ, സർവം കാലകൃതം മന്യേ. ആ പാണ്ഡവന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഒരു ദുഃഖവും അനുഭവിക്കേണ്ടവരല്ല. ഈ രാജ്യത്തിൻ്റെ മുഴുവൻ അവകാശികളാണ്, എല്ലാറ്റിൻ്റെയും ആളുകളാണ്. എന്നിട്ട് പോലും നിങ്ങൾക്ക് ദുഃഖവും വിഷമവുമല്ലേ അനുഭവിക്കേണ്ടി വന്നത്? അപ്പം കാലസ്വരൂപനായ ഈശ്വരൻ തന്നെ നിങ്ങൾക്കിത് വിധിച്ചതാണ് എന്ന് മനസ്സിലാക്കി എന്ന് വിചാരിച്ച് നിങ്ങൾ സമാധാനിക്കുക എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്ന രംഗം ഭീഷ്മപിതാമഹനും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പൗരുഷം കൊണ്ട് ആർക്കും തന്നെ കാലശക്തിയെ ജയിക്കാൻ സാധിക്കുകയില്ല. സൈന്യബലം, മന്ത്രിമാരുടെ ഉപദേശം, ബുദ്ധിശക്തി, കോട്ടകള്, മന്ത്രങ്ങള്, ഔഷധങ്ങള്, സാമധാന ഭേദദണ്ഡങ്ങളാകുന്ന ഉപായങ്ങള്, ഇവ കൊണ്ടൊന്നും തന്നെ കാലത്തെ ജയിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അസുരന്മാരെ, നിങ്ങളിപ്പോൾ യുദ്ധത്തിന് പോകുന്നത് ശരിയായിട്ടുള്ളതല്ല, പിന്മടങ്ങൂ, പാതാളത്തിലേക്ക് രസാതലത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് മഹാബലി അസുരന്മാരെ മുഴുവൻ തന്നെ രസാതലത്തിലേക്ക് പറഞ്ഞയക്കണു. അപ്പോഴേക്ക് ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഗരുഡദേവൻ അവിടെ വന്ന് മഹാബലിയെ വരുണപാശം കൊണ്ട് ബന്ധിക്കുന്നു. ഹാഹാകാരോ മഹാനാസിയിൽ, അയ്യോ കഷ്ടം കഷ്ടം എന്ന് എല്ലാവരും തന്നെ വേദസ്യാം സർവതോ ദിശ, ആകാശത്തിലും ഭൂമിയിലുമൊക്കെ ദീനപ്രലോഭനങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. എല്ലാവരും തന്നെ ഈ ദയനീയമായിട്ടുള്ള രംഗം കണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നാൽ 2 പേര് മാത്രം കരഞ്ഞില്ലാത്രേ. ആരാത്രേ കരയാത്തത്? ഒന്ന് മഹാബലി. എല്ലാം ഭഗവത് കാരുണ്യമായിട്ടാണ് കരുതിയത്. സമ്പത്തിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോഴും അതും ഭഗവാന്റെ കാരുണ്യം. ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടപ്പോഴോ അതും തന്നെ ഈശ്വരാനുഗ്രഹം, ഭഗവാന്റെ കാരുണ്യമെന്നാണ്. ഇങ്ങനെയാണ് വിഷ്ണുഭക്തന്മാരുടെ സ്ഥിതി. ഇപ്പം കാളിയനും തന്നെ അവസാനം പറഞ്ഞത് ഇനി പറയാൻ പോകുന്നുണ്ട് ദശമസ്കന്ധത്തിൽ. അഹങ്കാരമൊക്കെ ശമിച്ചപ്പോൾ ഇനി അങ്ങയുടെ അനുഗ്രഹമായാലും നിഗ്രഹമായാലും രണ്ടിനെയും ഞാൻ അവിടുത്തെ പ്രസാദമായി സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട്. മഹാബലി എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കി. ഭഗവാൻ വാമനമൂർത്തിയാകട്ടെ പൊട്ടിക്കരയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ആ കണ്ണുനീരിനെ അടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വാമനൻ പറയാണ്, എനിക്കങ്ങ് 3 അടി മണ്ണ് തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ 2 അടിയേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. 3-ാമത്തെ അടി കൂടി എനിക്ക് തരണം, സത്യത്തെ പാലിക്കണം എന്ന് പറയാണ്. അപ്പം എന്താ, മഹാബലിക്ക് യാതൊരു പരിഭ്രമമോ വിഷമമോ ഉണ്ടായില്ല. എൻ്റെ വാക്കിനെ ഞാൻ സത്യമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് പദം തൃതീയം ഗുരുശീർഷ്ണിമേ നിജം, 3-ാമത്തെ കാലടി എൻ്റെ ശിരസിൽ വെച്ച് എന്നെ കൂടി അങ്ങ് അളന്നെടുത്താലും എന്നാണ് മഹാബലി വാമനമൂർത്തിയോട് അങ്ങോട്ട് പറഞ്ഞത്. ഇങ്ങനെ മഹാബലി അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്ക് ആ സന്ദർഭത്തിലേക്ക് മഹാബലിയുടെ മുത്തശ്ശനായിട്ടുള്ള ഭക്തോത്തമനായിട്ടുള്ള പ്രഹ്ലാദൻ അവിടേക്ക് എത്തിച്ചേരുന്നു. ഭഗവാനെ നമസ്കരിക്കുന്നു, വിന്ധ്യാബലി നമസ്കരിക്കുന്നു. ആ സന്ദർഭത്തിൽ ബ്രഹ്മദേവനും അവിടെ എത്തി ഭഗവാനെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു, എല്ലാം അങ്ങേക്കായി സമർപ്പിച്ച ഇനി എന്തിനാണ് ഈ മഹാബലിയെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? അദ്ദേഹത്തെ കെട്ടടിച്ച് വിട്ടുകൂടെ എന്ന് ചോദിക്കുകയാണ്. യത് പാദയോർഷടതീ സലിലം പ്രദായ ദുർവാങ്കുരൈരവിവിധായ സതിം സപര്യാം അപ്യുത്തമാം ഗതിമസൗ ഭജതോ ത്രിലോകിം ദാശ്വാന വിക്ലമമനാ കഥമാർത്തി മൃച്ചേൽ. ബ്രഹ്മദേവൻ പറയാണ് ഭഗവാനോട്, ഭഗവാനെ, അങ്ങയുടെ പാദകമലങ്ങളെ കുറച്ച് ജലം കൊണ്ട് കഴുകി ഒരു കറുകപ്പുല്ല് അർപ്പിച്ചാൽ തന്നെ ആ ആൾക്ക് മോക്ഷമാകുന്ന പുരുഷാർത്ഥം നൽകി അവിടുന്ന് അനുഗ്രഹിക്കണം. ആ സ്ഥിതിക്ക് മോക്ഷപ്രാപ്തി അർക്കം ഉണ്ടായിത്തീരണോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ? പത്രം പുഷ്പം ബലന്തോയം യോമേത് ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തി പ്രഹൃതം അശ്നാമി പ്രയതാത്മന. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്,
ഈ ശ്ലോകം ഭാഗവതത്തിലും ഇനി കുചേലൻ്റെ ഉപാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഭക്തിയോടുകൂടി ഒരു വിലയാകട്ടെ, ഒരു പുഷ്പമാവട്ടെ, ഒരു പഴമാവട്ടെ, ഒരു തുള്ളി വെള്ളമാകട്ടെ, എനിക്കത് തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കും, ആ ഭക്തനെ അനുഗ്രഹിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം ആ സ്ഥിതിക്ക് തൻ്റെ സർവസ്വത്തെയും തന്നെയും പോലും അവിടേക്ക് സമർപ്പിച്ചിട്ടുള്ള ഈ മഹാബലിയെ ഇനിയും ഇങ്ങനെ ശിക്ഷിക്കുന്നത്, ഇനിയും ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ശരിയാണോ? അഴിച്ചു വിട്ടുകൂടെ എന്ന് ബ്രഹ്മദേവൻ ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഒരാളെ അനുഗ്രഹിക്കാൻ നിശ്ചയിച്ചാൽ ആദ്യം എന്താ ചെയ്യുക? ആ ആളുടെ ഐശ്വര്യത്തെയാണ് ആദ്യം നശിപ്പിക്കുക. ഐശ്വര്യം കൊണ്ട് അഹങ്കരിക്കുന്നവരെ ഈശ്വരനെയും ലോകത്തിനെയും തന്നെ അപമാനിക്കുകയാണ് ചെയ്യുക. ജീവൻ കർമ്മബലമനുസരിച്ചാണ് ജന്മങ്ങൾ സ്വീകരിക്കുന്നത്. പൂർവജന്മാർത്തിത കർമ്മമത്രേ ഭൂവി സർവലോകർക്കും സുഖദുഃഖ കാരണം. അപ്പോൾ ഐശ്വര്യം, ധനം ഇവയാൽ അഹങ്കാരമുണ്ടാകും. അപ്പോൾ അഹങ്കാരത്തെയാണ് നമ്മളിന്ന് ഇല്ലാതാക്കേണ്ടത്. അഹങ്കാര ശാപത്തിൽ കൂടെ മുന്നോട്ട് പോയാൽ ആപത്താണ് ബലം. ഇവിടെ കർത്താവും ഭോക്താവുമായി ഈശ്വരൻ മാത്രമേയുള്ളൂ. ഈശ്വര മഹിമയാണ് ഈ ജഗത്ത്. സത്യധർമ്മങ്ങളെ കൊണ്ട് ഈശ്വരസ്വരൂപമായിട്ടുള്ള ജഗത്തിനെ ആരാധിക്കൂ, നിങ്ങൾ അമരന്മാരായിത്തീരും എന്നാണ് ഭാഗവതം നമ്മളോട് ഉപദേശിക്കുന്നത്. അപ്പം അത് തന്നെയാണ് ഇനിയിപ്പോൾ ഈ അഹങ്കാരമാണ് ജീവനെ ഈശ്വരനെ കാണാനുള്ള പ്രബലമായിട്ടുള്ള തടസ്സമായിട്ട് ഉള്ളത്. ഇനി ഭാഗവതം ദശമസ്കന്ധത്തിൽ 90 അധ്യായമുള്ള ദശമസ്കന്ധത്തിൽ മുഴുവൻ തന്നെ പറയാൻ പോകുന്നത് എന്താണ്? ദശമസ്കന്ധത്തിലെ വിഷയം തന്നെ നിരോധമാണ്, തടസ്സം. എന്തിനു തടസ്സം? ജീവൻ ഈശ്വരനെ കാണാനുള്ള തടസ്സം. അതിനെ എങ്ങനെയൊക്കെയെല്ലാം ഇല്ലാതാക്കി സുഗമമായി ഈശ്വരപ്രാപ്തി കൈവരിക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചാണ് ദശമസ്കന്ധത്തിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. അപ്പോൾ ഭഗവാൻ വീണ്ടും മഹാബലി ബ്രഹ്മദേവനോടും അവിടെയുള്ള ആളുകളോടുമായിട്ട് പറയുകയാണ്, സകലവിധ ഐശ്വര്യങ്ങളുടെയും നടുവിലിരുന്ന് അഹങ്കാരത്തിൻ്റെ കണിക പോലും ഇല്ലാതെ ജീവിച്ച മഹാത്മാവാണ് മഹാബലി. അപ്പം ഇത്രയൊക്കെ വിഷമമുണ്ടായിട്ടും മഹാബലി തൻ്റെ മാനസിക സ്ഥൈര്യത്തെ തീരെ ഉപേക്ഷിച്ചില്ല. സത്യത്തിൽ നിന്ന്, ധർമ്മത്തിൽ നിന്ന്, പറഞ്ഞ വാക്കിൽ നിന്ന് അണുപോലും വ്യതിചലിച്ചില്ല. ഗുരുനാഥൻ്റെ ശാപമുണ്ടായിട്ട് പോലും അദ്ദേഹം സത്യം ലംഘിച്ചില്ല. ബലിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പരീക്ഷണങ്ങളിൽ ഒന്നിനെപ്പോലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരിടാൻ സാധിക്കുകയില്ല എന്നിവിടെ പറയാണ്. ഭഗവാൻ വീണ്ടും പറയാണ്, മഹാബലി ഇനി ദേവന്മാർക്ക് പോലും പ്രാപിക്കാൻ കഴിയാത്ത ഉത്കൃഷ്ട സ്ഥാനത്തേക്കാണ് ഇനി പോകുന്നത്. സുതലത്തിലാണ് ഇനി താമസിക്കുന്നത്. സുതലം പാതാള ലോകത്തിലുള്ള ഒരു ലോകമാണ് സുതലം. സ്വർഗത്തെക്കാളും 10 മടങ്ങ് സുന്ദരവും മനോഹരവുമാണ് ആ സുതലം. ആ സുതലത്തിലേക്കാണ് ഇനി ചെന്ന് മഹാബലി താമസിക്കുക. ഇങ്ങനെ ബ്രഹ്മാവിനോട് പറഞ്ഞ ഭഗവാൻ ബലിയോട് പറയണു, അങ്ങേക്ക് മംഗളമുണ്ടാവട്ടെ, നന്മയുണ്ടാവട്ടെ, പരിവാരങ്ങളോടും ബന്ധുക്കളോടും കൂടി അങ്ങ് സുതലത്തിലേക്ക് യാത്രയായാലും ഞാൻ തന്നെ ഗദാപാണിയായി വന്ന് അങ്ങയുടെ ഗോപുരം സദാസമയവും കാത്തു രക്ഷിക്കുന്നതായിരിക്കും എന്നും ഭഗവാൻ മഹാബലിയോട് പറയുകയാണ്. പിന്നീട് ഭഗവാൻ തൻ്റെ സ്വന്തം തൃക്കൈകളെ കൊണ്ട് തന്നെ ആ ഗരുഡദേവൻ കെട്ടിയിട്ടുള്ള ബന്ധനത്തിൽ നിന്ന് മഹാബലിയെ മുക്തനാകുന്നു. മഹാബലി ഭഗവാനെ നമസ്കരിക്കുന്നു. ഇതൊക്കെ ഭഗവാന്റെ പ്രസാദമായിട്ടാണ് മഹാബലി കരുതിയത്. സുതലത്തിലേക്ക് അങ്ങോട്ട് യാത്രയാകുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു മഹാത്മാവിൻ്റെ, നമ്മൾ മഹാബലിയുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ ആളുകൾ പറയാറുണ്ട്, മഹാബലിയെ വാമനൻ തലയിൽ അങ്ങോട്ട് ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയെന്ന്. ഇവിടെ ചവിട്ടിയിട്ടുമില്ല, താഴ്ത്തിയിട്ടുമില്ല. ആളുകൾ തെറ്റിദ്ധാരണ കൊണ്ട് പറയുകയാണ് അങ്ങനെയൊക്കെ പറയണത്. മാത്രമല്ല, മഹാബലിക്ക് ദേവന്മാർക്ക് പോലും അപ്രാപ്യമായിട്ടുള്ള സുതലത്തിലാണ് മഹാബലിയെ കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്നത്, താമസിപ്പിക്കുന്നത്. നമ്മൾ ഈ ഓണക്കാലമൊക്കെ ആയാൽ മഹാബലിയുടെ വികൃതമായ വേഷമൊക്കെ കെട്ടി തുണിക്കടയുടെയൊക്കെ മുമ്പിൽ മഹാബലിയുടെ വേഷം കാണാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് വളരെ അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നും കൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീട് ആ മഹാബലി സുതലത്തിലേക്ക് യാത്രയാവുന്നു. ഭഗവാന്റെ അനുഗ്രഹത്തിന്
പാത്രമായിട്ടുള്ള ബലിയെ കണ്ട് പ്രഹ്ലാദൻ ഭഗവാനോട് പറയാണ്. ആ പ്രഹ്ലാദൻ ഭക്തോത്തമനാണ്. പ്രഹ്ലാദൻ ആ ഭക്തിക്ക് അനവധി നിർവചനങ്ങളുണ്ടെങ്കിലും ഓരോരുത്തര് നാരദ ഭക്തി സൂത്രത്തിൽ ഭക്തിയെക്കുറിച്ച് നാരദ മഹർഷി പറയുന്നുണ്ട്, ശങ്കരാചാര്യസ്വാമികൾ ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ശാണ്ഡില്യൻ, രാമാനുജാചാര്യര്, ഇങ്ങനെ ഓരോരോ ആചാര്യന്മാർ ഭക്തിക്ക് ഓരോ നിർവചനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ വിവേകാനന്ദ സ്വാമികളെ വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലെ ഭക്തിയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രഹ്ലാദനെ ഭക്തിയുടെ മഹാരാജാവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പ്രഹ്ലാദൻ കൊടുത്തിട്ടുള്ള നിർവചനമാണ് ഭക്തിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഭക്ത മഹാരാജാവായിട്ടുള്ള പ്രഹ്ലാദൻ അവിടെ അങ്ങോട്ട് വന്ന് ഭഗവാന്റെ മഹിമയെക്കുറിച്ച് അങ്ങോട്ട് പറയണു, ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുള്ള സ്ഥിതിയെക്കുറിച്ച് അങ്ങോട്ട് പറയണു. നേമം വിരിഞ്ചോലപതേ പ്രസാദം. ഈ മഹാബലിക്ക് ഞങ്ങൾ അസുരന്മാരെ രജോ ഗുണവും തമോ ഗുണവും നിറഞ്ഞിട്ടുള്ള കുലത്തിലാണ് ജനിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഞങ്ങളുടെ കുലത്തിൽ വന്നിട്ടുള്ള ഈ മഹാബലിയെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങ് അനുഗ്രഹിച്ച പോലെ മഹാബലിക്ക് കിട്ടിയിട്ടുള്ള ഈ ഭാഗ്യം ലക്ഷ്മി ദേവിക്ക് ലഭിച്ചിട്ടില്ല, സാക്ഷാൽ മഹാദേവന് ലഭിച്ചിട്ടില്ല, ബ്രഹ്മദേവന് പോലും ലഭിച്ചിട്ടില്ല. എന്നോ സുരാണാമി ദുർഗബാലോ വിശ്വാഭിവന്ധ്യൈരഭിവന്ദിതാംഗ്രീ. വിശ്വത്തിലുള്ള എല്ലാവരുടെയും ആരാധനാപാത്രങ്ങളാണ് ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാര്. അവർക്കു പോലും ആരാധ്യനായിട്ടുള്ളവനാണ് ഭഗവാനെ. അവിടുന്ന് അപ്പം മറ്റുള്ളവരുടെ കാര്യം പറയണമോ എന്ന് പറയാണ്. അങ്ങനെയുള്ള അങ്ങാണ് ഈ മഹാബലിയുടെ ദ്വാരപാലകനായിരുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചത് എന്ന് പറഞ്ഞങ്ങട് നമസ്കരിക്കുന്നു. സർവാത്മന സമദൃശോ വിഷമസ്വഭാവോ ഭക്തപ്രിയോ ഇതസി കൽപ്പതരുസ്വഭാവ. അവിടുന്ന് ലീലകൾ ആശ്ചര്യമാണ്. എല്ലാവരുടെയും ഉള്ളിൽ ആത്മസ്വരൂപേണ വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനാണ് ഭഗവാനെ. അവിടുന്ന് ഈശ്വര സർവഭൂതാനാം ഹൃദയേർജുന തിഷ്ഠതി. ഇവിടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, എല്ലാവരുടെ ഹൃദയത്തിലും ആത്മസ്വരൂപേണ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭഗവാനാണ്. സർവസ്യതാഹം ഹൃദി സന്നിവിഷ്ടോ. എല്ലാവരുടെ ഹൃദയത്തിലും വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ മഹിമകളെ പ്രഹ്ലാദൻ വീണ്ടും വീണ്ടും വാഴ്ത്തുകയാണ്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അവൻ വലിയവൻ എന്നുള്ള ഭാവമില്ല, ചെറിയവൻ എന്നുള്ള ഭാവമില്ല. കൽപ്പകവൃക്ഷം പോലെയാണ് ഭഗവാൻ. ഭക്തപ്രിയനാണ്. ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ച് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ പറയുന്നുണ്ട്. നമുക്കിവിടെ സമയം അവസാനിക്കുകയാണ്, വേഗം ഇനി അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെ പ്രഹ്ലാദനെയൊക്കെ അനുഗ്രഹിച്ചു. എല്ലാവരും കൂടി സുതലത്തിലേക്ക് യാത്രയാവുന്നു. അങ്ങ് ത്രൈലോക്യത്തെ വീണ്ടെടുത്ത് ഭഗവാൻ ഇന്ദ്രന് നൽകണു. ശുക്രനോട് യാഗം പൂർണ്ണമാക്കാൻ പറയണു. അപ്പോൾ ശുക്രൻ പറയണു, ഇനി എന്താണ് ഇത് പൂർണ്ണമാക്കാനുള്ളത്? അവിടുന്ന് തന്നെ ഇവിടെ നേരത്തെ വന്ന സ്ഥിതിക്ക് ഇനി പൂർണ്ണമാക്കേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞ്, എന്നിരുന്നാലും അങ്ങയുടെ വാക്കിനെ മാനിച്ചുകൊണ്ട് ശുക്രാചാര്യരും മറ്റുള്ള യജ്ഞത്തിൻ്റെ കർമ്മങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യണു. ബ്രഹ്മാദികളും ഋഷിമുനികളുമൊക്കെ ഭഗവാന്റെ വാമനസ്വരൂപേണയുള്ള അത്ഭുത കർമ്മത്തെ വാഴ്ത്തുന്നു. ഇന്ദ്രൻ ദേവന്മാരോടുകൂടി വാമനനെ പല്ലക്കയിലേറ്റി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ലോകാധിപതിയായി അഭിഷേകം ചെയ്യണം. ശ്രീശുകൻ പരീക്ഷത്തിനോട് പറയാണ്, പരീക്ഷത്തെ ഭഗവാന്റെ ഈ മഹിമയുണ്ടല്ലോ, വസിഷ്ഠ മഹർഷി ഋഗ്വേദത്തിൽ ഒരു മന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ആ മന്ത്രാർത്ഥത്തെ ഇവിടെ ശ്രീശുകൻ പറയാണ്. പാരം മഹിപ്ന ഒരു വിക്രമതോ ഗൃണാനോ യ പാർത്ഥിവാനിവമേ സരജാംസി മർത്യ. ഭഗവാന്റെ മഹിമകളെ വർണ്ണിക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. ലോകത്തിലുള്ള മണൽത്തരികളെ എണ്ണാൻ പറ്റുമോ? നക്ഷത്രങ്ങളെ എണ്ണിക്കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ഇതേവരെ ജനിച്ചവർക്കോ ജനിക്കാൻ പോകുന്നവർക്കോ ആർക്കും തന്നെ സാധിക്കാത്തതാണ് ആ ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുക എന്നുള്ളത് എന്ന് ആ മന്ത്രദ്രഷ്ടാവായിട്ടുള്ള വസിഷ്ഠ മഹർഷി ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുള്ള ആ മന്ത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് ശ്രീശുക ബ്രഹ്മർഷി ഭഗവാന്റെ മഹിമയെ ഇവിടെ വാഴ്ത്തുന്നത്.
അപ്പോൾ ഭക്തി ശ്രദ്ധയോടുകൂടി ആരാണോ ഈ മഹാബലി ചരിത്രത്തെയും വാമനാവതാരത്തെയും കേൾക്കുന്നത്, വായിക്കുന്നത്, പഠിക്കുന്നത്, അവർക്കും തന്നെ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിതരായിട്ട് ആ ഭഗവാന്റെ പാദങ്ങളിൽ ഭക്തിയുണ്ടായി അവസാനം ആ ഭഗവാന്റെ പരമപദത്തെ പ്രാപിക്കാമെന്നുള്ള ബലശ്രുതി കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ഇവിടെ ശ്രീ ശുകബ്രഹ്മർഷി സമർപ്പിക്കുന്നത്. നമുക്കും തന്നെ ഈ മഹാബലി ചരിത്രത്തിൻ്റെയും വാമനാവതാരത്തിൻ്റെയും ചെറിയൊരു രൂപം ഇവിടെ നമുക്ക് ഇവിടെ പറയാൻ സാധിച്ചു. സർവൈശ്വര്യപതിയും സർവമംഗളസ്വരൂപനുമായിട്ടുള്ള ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് ഭക്തിയുണ്ടാവട്ടെ. അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ഭഗവത് പാദത്തിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.